ഇവർ വിവാഹിതരായ സീരിയലിന്റെ പുതിയ എപ്പിസോഡില് ഭൂമി സാധനം വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവാട്ടോ. ലക്ഷ്മി ചേച്ചി പറയും സവാള കുറച്ച് കൂടുതൽ വാങ്ങിക്കണേ മോളെ. അങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ട് അജയ് വരുന്നത്. അജയുടെ മുഖത്തെ ഒരു വാട്ടം ഭൂമി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും കാര്യമായിട്ട് ചോദിക്കുന്നില്ല. സാറിന്ന് കുറച്ച് നേരത്തെ ആണല്ലോ. അജയ് പറയും വീട്ടിലിരിക്കുന്നതിനേക്കാളും സന്തോഷം ഇവിടെ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ടാ നേരത്തെ വരുന്നതും വൈകി പോകുന്നതും. ഭൂമി പറയും മറ്റുള്ളവരുടെ നേരെ ഓപ്പോസിറ്റാ സാറ്. അജയ് പറയും അതാ ഇങ്ങനെയായി പോയത്. അല്ല സാർ ഇന്നലത്തെ പൂജ എങ്ങനെ ഉണ്ടായിരുന്നു? അജയുടെ മുഖത്ത് ഒട്ടും സന്തോഷമല്ല. പൂജയൊക്കെ നന്നായിരുന്നു. ഭൂമി അറിയാം മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അജയ് പറയും ചില ചടങ്ങുകൾ കഴിഞ്ഞാ സന്തോഷമാണ് മുഖത്തുണ്ടാവുക. എന്നാ ഇവിടെ നേരെ മറച്ച സങ്കട ബാക്കിയത്. ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഒരു ഭാരം തലയിൽ വെച്ച് തരുകയും ചെയ്തു. ഭൂമിക്കും സർ എന്തൊക്കെയാ പറയുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? അജയ് പറയും എല്ലാവരും അവരുടെ സന്തോഷത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു. എന്റെ സന്തോഷം ആരും നോക്കിയില്ല. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയുണ്ടായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അജയ് പറയും ഉത്സവ അന്തരീക്ഷത്തോടു കൂടെ എല്ലാരും കൂടെ ചിരിച്ച മുഖത്തോടെ എന്നെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞയച്ചു. അല്ല, എന്റെ ശരീരത്തിലെ ആണി അടിച്ച് കയറ്റിന്ന് പറയാം. ഭൂമിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അജയ്ക്കും വലിയ തർക്കുത്തരം പറയുന്ന ആളല്ലേ. എന്നിട്ട് ആണി അടിച്ച മുറിവ് എവിടെയെന്ന് ചോദിക്കാത്തത് എന്താ? ചില മുറിവുകൾ കാണാൻ പറ്റില്ല ഭൂമി. അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. ഭൂമി ഞെട്ടുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒന്നും മനസ്സിലാവുന്നുണ്ട്. സാർ ആകെ തളർന്നിരിക്കുക. അജയ് പറയും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള അവകാശം എനിക്ക് ഇന്നലെ രാത്രിത്തോടെ അവസാനിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ഇന്നലെ രാത്രിയിലെ ആരൊക്കെയോ ആ സ്വപ്നങ്ങൾ കവർന്നെടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായെന്ന് തോന്നിപ്പോയി. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഭൂമി ചോദിക്കും എന്താ സാർ, എന്താ പ്രശ്നം? എന്നോട് പറ. അജയ് പറയും എന്തിനാ പറയുന്നത്? പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഭൂമി പറയും നല്ല സങ്കടമുണ്ട് സാറിന്. അകത്തത് തളച്ചു മറയുന്നുണ്ട്. ഉള്ളിലുള്ളത് ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയാ വന്ന് എന്നോട് പറയാം. കേൾക്കാൻ ആരും ഇല്ലെന്ന് കരുതരുത്. ഈ ഭൂമി ഉണ്ടാക്കും. അജയുടെ മുഖത്തെ ചെറിയൊരു സന്തോഷമുണ്ട്. അന്ന് തലയാട്ടി വണ്ടി എടുത്ത് അവിടുന്ന് പോവും. അജയ്ക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് ഭൂമിക്ക് മനസ്സിലായിട്ടുണ്ട്. ഭൂമി അജയെ നോക്കി ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുക. പിന്നീട് അവിടുന്ന് പോവും. പിന്നെ കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. മുത്തശ്ശി സത്യദാസിനോട് പറയും കല്യാണം കഴിയുന്നവരെ നീ ഇവിടെ നിൽക്ക്. അതെനിക്കൊരു ധൈര്യ. അമ്മയുടെ കൂടെ തന്നെ ഞാനുണ്ടല്ലോ. എന്റെ സുമിത്രയുടെയും അബിയുടെയും ഓർമ്മ വിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ സമയത്ത് ഭവാനി അഞ്ജനയും കൂടി അങ്ങോട്ട് വരിക കേട്ടോ. എന്തോ പ്ലാനാണ്. ഭവാനി പറയും നീ മുത്തശ്ശിയോട് സംസാരിക്കേ, ഞാൻ സമ്മതിപ്പിക്കാം, ധൈര്യമായിട്ട് ചെല്ലേ എന്ന് പറഞ്ഞയക്കും. അങ്ങനെ അഞ്ജന മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹമല്ലേ നടക്കാൻ പോകുന്നത്? അജയ് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. അഞ്ജന പറയും അത് വലിയ ആഗ്രഹ, ഇത് ചെറിയൊരു ആഗ്രഹാണേ. മുത്തശ്ശി അറിയും ചെറിയ ആഗ്രഹോ? പറഞ്ഞേ. എന്റെ വിവാഹം നമുക്ക് വൈകുന്നേരം നടത്താം. ഹാവൂ, നട്ടപ്പാതിരിക്ക് നടത്താന്ന് പറയാതിരുന്നത് ഭാഗ്യം. നിന്റെ തല തിരിഞ്ഞു പോയ മോളെ. അച്ഛമ്മേ, നോർത്തിലൊക്കെ അങ്ങനെയാ. മുത്തശ്ശി പറയും ഇത് സൗത്ത് ഇന്ത്യ. ആചാരപ്രകാരം നിശ്ചയിച്ച പോലെ നിന്റെ വിവാഹം നടത്തും. അതിലൊരു മാറ്റവും ഇല്ല. നിന്റെ ഈ ആഗ്രഹം ദൂരെ എടുത്ത് കളഞ്ഞേക്ക്. അല്ല, വിവാഹം വലിയ ആഘോഷമായി നടത്താന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? അപ്പൊ നോർത്ത് ഇന്ത്യൻ രീതിയിൽ നടത്തിയാൽ എന്താ? ഹൽദി, മെഹന്തി, അങ്ങനെ എല്ലാ ചടങ്ങും വേണം. മുത്തശ്ശി അറിയും അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഭവാനി അറിയും അമ്മേ, കല്യാണം നമ്മുടെ ആചാരപ്രകാരം നടത്താം. ഇതൊക്കെ ഒരു രസത്തിന്. മുത്തശ്ശി അറിയും ആ രസം ഇപ്പൊ നമുക്ക് വേണ്ട. അഞ്ജന, മാധവ മാമ ഒന്ന് പറയോ? മാധവൻ അല്ല അമ്മ അവള് പറയുന്നത്. മുത്തശ്ശി പറയും മിണ്ടരുത്, നീ ഒരു അക്ഷരം പറയരുത്. കേരളത്തിന്റെ തനതായ വിവാഹ ആഘോഷമുണ്ട്. അത് വിട്ട് ഒരു കളിയില്ല. അത് നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ അഞ്ജന സത്യദാസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വല്യച്ഛനൊന്ന് പറ പ്ലീസ്. സത്യദാസ് പറയും കല്യാണം എന്ന് പറഞ്ഞാൽ വെറും താലികെട്ട് മാത്രമല്ലല്ലോ. ഇവളുടെ ആഗ്രഹം പോലെ ആ ചടങ്ങുകളൊക്കെ നടക്കട്ടെ. ഭവാനിയും പറയും ഒന്ന് സമ്മതിക്കമ്മേ. സത്യദാസ് പറയും അവളുടെ കല്യാണ അവളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചല്ലെങ്കിൽ പിന്നെ അത് വലിയ വിഷമം ഉണ്ടാക്കും. അനുപമയും പറയും ഇതാണ് ട്രെൻഡ്. മുത്തശ്ശിക്കും ആണോ? നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നടക്കില്ല, അത്ര തന്നെ. ഇത് കേൾക്കുമ്പോ എല്ലാരും ഷോക്കാവും. മുത്തശ്ശിക്ക് അത്ര വാശിയിലാട്ടോ. പിന്നെ കാണിക്കുന്നത് അജയ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ആളാകെ വിഷമത്തിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കാട്ടോ. അപ്പോ അങ്ങോട്ട് വക്കീല് വരാട്ടോ. എന്താടാ, തെളിയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും കേസ് തലയെ ചുറ്റിയോ? എങ്കിൽ ഭൂമിയെ ഏൽപ്പിക്കുക. കണ്ടുപിടിക്കാനുള്ള ക്ലൂ വിത്തിൻ സെക്കൻഡ് ഭൂമി തരും. അജയ് പറയും നോ ഡൗട്ട്, ഐ അഗ്രി. ഭൂമി കേപ്പബിൾ ഓഫ് ക്ലൂ വിത്തിൻ സെക്കൻഡ്. എന്താണ് ഒരു സോഫ്റ്റ് കോർണർ? അജയ് പറയും ഭൂമി ഇസ് എ ബ്രില്യന്റ് ഇന്റലിജന്റ്. വക്കീലേക്കും ഒന്നുകൂടെ പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് ആക്കി പ്രിന്റ് ചെയ്യാനാ. നീ ഒപ്പിട്ടാ മതി, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അജയ് അവിടെ നിന്ന് എണീറ്റിട്ട് പറയും നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷന്റെ മുകളിലേക്ക് പോവാ. മുകളിലെത്തി കഴിഞ്ഞ ആൽഫ്രഡ് വയ്ക്കും എന്താടാ? അജയ് പറയും 4 വശത്തുനിന്നും എനിക്ക് ചെക്ക് വെച്ചിരിക്കുക. ആ വിവാഹത്തിൽ നിന്ന് എനിക്ക് എക്സ്കേപ്പ് ചെയ്യണടാ. ഒരു താലിമാല എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഒരു പെൺകുട്ടിയെ വേണമെന്ന്. ആൽഫ്രഡ് പറയും നീ പറഞ്ഞതനുസരിച്ച് 2-3 പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, ഒന്നും നടന്നില്ല. അജയ് പറയും എടാ അഞ്ജനയുടെ വിവാഹം വരെ മതി. എടാ അതൊക്കെ ഞാൻ പറഞ്ഞടാ, ആരെങ്കിലും തയ്യാറാവണ്ടേ? നീ പറയുന്ന പോലെ അഭിനയിക്കാൻ ആര് വരുന്ന? അവരുടെ ഭാഗം അവർക്ക് നോക്കണ്ടേ? ഒരു ആക്ടിങ് ഭാര്യ.
അജയ് പറയും എടാ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ആൽഫ്രഡ് പറയും പറഞ്ഞോ. അജയ് കോഫി ഹൗസിലേക്ക് നോക്കിയിട്ട് പറയും ഇവർ വിവാഹിതരായാൽ. അപ്പൊ ആൽഫ്രഡ് പറയും നല്ല ക്യാപ്ഷൻ. ആളാരാ? ഞാനും ഭൂമിജ എന്ന ഭൂമിയും. ഭൂമി എന്ന് കേൾക്കുമ്പോ തന്നെ ആൽഫ്രഡ് ഞെട്ടിപ്പോവും. അപ്പൊ ഉണ്ടാവും ഭൂമി അങ്ങോട്ട് വരുന്നേ. അങ്ങനെ സ്കൂട്ടി അവിടെ നിൽക്കുന്ന സമയത്ത് അജയ് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇത് ഞങ്ങളുടെ കഥ. ഈ കഥ ഇവിടെ തുടങ്ങുന്നു. ഇനി എന്റെ കഥ നിന്റെ കൂടെ. ആൽഫ്രഡ് ഞെട്ടിപ്പോവും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. നീയും? അജയ് പറയും ഭൂമിജ എന്ന ഭൂമി. ആൽഫ്രഡ് ചിരിക്കും. വെറും ചിരിയല്ല പൊട്ടിച്ചിരിക്കും. ഭൂമി ഇതിങ്ങനെ കാണുന്നുണ്ട്. എന്താ വക്കീൽ സാറേ? ആൽഫ്രഡ് വയ്ക്കും ഭൂമിയെ പായസത്തിൽ മുളക് ചേരുവോ? ഭൂമി വയ്ക്കും ഹൽവയ്ക്ക് മത്തി ചേരുവോ? അല്ല ഇതിലിപ്പോ ആരാ മുളക് ആരാ പായസം? അപ്പൊ ആൽഫ്രഡ് പറയും മുളക് എന്ന് പറഞ്ഞാ പായസത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അജയ് ഇവിടെ വാടാ എന്ന് പറഞ്ഞ ആൽഫ്രഡിനെ പിടിച്ചു വലിച്ചോണ്ട് പോവാട്ടോ. ഭൂമിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ താഴെ ഇറങ്ങി വരും. ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആൽഫ്രഡ് പറയും എടാ എനിക്കിതിനെ മനസ്സിലാവുന്നുണ്ട്. നയനയാണ് എന്റെയും നിന്റെയും ഓർമ്മകളിലെ ദുഃഖം. ഞാൻ പലപ്പോഴും മറക്കാൻ ഓർമ്മകളിൽ നിന്നും മാറി സഞ്ചരിക്കും. നിനക്കതിന് കഴിയില്ല. അഞ്ജനയിൽ നിന്നും രക്ഷപ്പെടൽ അത് നിനക്ക് അത്യാവശ്യമാണ്. ഒന്നും അറിയാത്തവനല്ല ഞാൻ. അജയ് പറയും ഓരോ ദിവസം കഴിയും തോറും മടങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ വിവാഹത്തോട് അടുക്കുകയാണ് അവർ. എനിക്ക് കഴിയുന്നില്ലടാ. അപ്പോ ആൽഫ്രഡ് പറയും നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാവോന്ന്. എന്താ നീ ഭൂമിയെ പ്രിഫർ ചെയ്തത്? അജയ് പറയും വിശ്വാസം. അവൾ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സുകൊണ്ടാവില്ല. എന്റെ ക്യാരക്ടർ എന്റെ മാനസിക സംഘർഷം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഒന്ന് ആലോചിച്ചേ ഞാനൊരു പെൺകുട്ടിയെ കൂട്ടി സൗഭാഗ്യപുരത്തേക്ക് ചെന്നാ അവിടെ എന്താ സംഭവിക്കുക? വൻ സ്ഫോടനം. അത് ഭൂമിയാണെങ്കിൽ ആ സ്ഫോടനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും. മുത്തശ്ശിയായിരിക്കും ആദ്യ ബോംബ് പൊട്ടിക്കുക. മുത്തശ്ശിയുടെ പ്രിയപ്പെട്ടവളാ ഭൂമി. എന്റെ കൊച്ചുമക്കളാണെന്നും പറയാറുണ്ട്. സംഗീത ആന്റിക്കും ഇഷ്ടാണ്. അജയ് പറയും വല്യമാവൻ മകളെ പോലെ സ്നേഹിക്കുന്നവളാ. എല്ലാ അനുകൂല ഘടകങ്ങൾ. ഭൂമിയുടെ അവസ്ഥ തന്നെ നോക്ക്. അമ്മ ജയിലില്. സാമ്പത്തികം വളരെ വലുതാണ്. അവളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ആൽഫ്രഡ് പറയും നീ പറഞ്ഞത് അത്രയും ശരിയാണ്. പക്ഷേ ഈ വിഷയം അവളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോലും പറ്റില്ല. അവളിതിന് തയ്യാറാവുന്ന നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾക്ക് എങ്ങനെ തോന്നും? ഓർമ്മയുണ്ടോ ഇവിടുന്ന് അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി എറിഞ്ഞത്? അപ്പ അജയ് അന്നത്തെ ആ സംഭവം ഇങ്ങനെ ആലോചിക്കുവാട്ടോ. അവൾ കണ്ടുപിടിച്ച കേസ് പോലും നീ നിന്റേതാക്കി. അന്നത്തെ ആ കേസ് തെളിയിച്ചന്റെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളും അജയ് ആലോചിക്കുക. അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയതിന് നീ അവളെ ഷൗട്ട് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ എത്ര സംഭവങ്ങൾ. അജയ് എല്ലാം ആലോചിക്കും. ഭൂമി ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. പിന്നെ അവളോട് ഈ വിഷയം പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഇപ്പൊ അജയ് സാറ് നല്ല മനുഷ്യനായിരിക്കുന്നു. അജയ് ചോദിക്കും അതിന് എന്ത് ചെയ്യടാ? ആൽഫ്രഡ് പറയും നീ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്. നിന്നെ കുറിച്ചുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റില് എക്സലന്റ് ആയിട്ടില്ലെങ്കിലും വെരി ഗുഡ് ആയാൽ മതി. ബാക്കി ഞാൻ സംസാരിക്കാം. അജയ് പറയും നോക്കാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ അഞ്ജനയുടെ ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ ഓരോ പോസ്റ്റിൽ നിൽക്കുകയാണ്. ക്യാമറാമൻ ചോദിക്കും അല്ല സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് അല്ലേ? ഇവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ. ചെറുക്കൻ എവിടെ? മുത്തശ്ശേരി പറഞ്ഞ പോലെ അവനെവിടെ? സംഗീത അവനെ വിളിക്കേ. സംഗീത പറയും ഞാൻ വിളിച്ചിരുന്നു അവൻ ഫോൺ എടുത്തില്ല. അപ്പോഴായിരിക്കും അജയും ആൽഫ്രഡും അങ്ങോട്ട് വരുന്നത്. ആൽഫ്രഡ് വയ്ക്കും എന്താ ഇത് എല്ലാരും ഉണ്ടല്ലോ. അജയ് പറയും ഫോട്ടോഷൂട്ടാ സേവ് ദ ഡേറ്റ്. അപ്പൊ ചെന്ന് നിന്ന് കൊടുക്കേ. അപ്പൊ തന്നെ അജയ് പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതിലെ അഞ്ജന അവിടുന്ന് വിളിക്കും എന്താ അജയ് ഇന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? മാധവൻ പറയും മോളെ അവന്റെ ജോലി അങ്ങനെയുള്ളതല്ലേ. സത്യദാസ് പറയും നീ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ക്യാമറാമാൻ പറയും ഡ്രസ്സൊന്നും മാറണ്ട യൂണിഫോം മതി. അതാവുമ്പോ ഒരു വെറൈറ്റി ആവില്ലേ. അജയ് മൈൻഡ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി വിളിക്കും ഇവിടെ വാ ഇവിടെ വന്ന് നിക്ക്. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് നോ പറയാൻ പറ്റില്ല. അജയ് അങ്ങോട്ട് വരും കേട്ടോ. താല്പര്യമില്ലാതെ അഞ്ജനയുടെ അടുത്ത് വന്ന് നിൽക്കാണ്. അപ്പോൾ ക്യാമറമാൻ പറയും സാറേ കുറച്ചുകൂടെ അടുത്തേക്ക് നിൽക്ക്. അജയ് ഇത്തിരി കൂടെ അടുത്തോട്ട് നിൽക്കൂട്ടോ. അപ്പോൾ ക്യാമറമാൻ പറയും കുറച്ചുകൂടെ. പാസ്പോർട്ട് ടൈപ്പ് ഫോട്ടോ അല്ല സേവ് ദ ഡേറ്റ് ആണ്. അജയ് ചിരിക്കൊന്നും ചെയ്യാതെ ക്യാമറയിൽ നോക്കി നിൽക്കുമ്പോൾ അങ്ങേര് പറയും സാറേ മാഡത്തിന് നോക്കൂ. ക്യാമറയിലേക്ക് നോക്കണ്ട. മാഡത്തിനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്, ക്യാമറ അല്ലല്ലോ. ഇതൊന്നും അജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനുപമ വന്നിട്ട് പറയും ഡാ ഗൗരവം വിട്. ഇത് സ്റ്റേഷൻ അല്ല വീടാണ്. അജയ് ചിരിക്കുന്നേ ഇല്ല. അപ്പൊ ക്യാമറമാൻ പറയും നിങ്ങൾ ആരെങ്കിലും തമാശ പറ പുള്ളി ഒന്ന് ചിരിക്കട്ടെ. മുത്തശ്ശി പറയും എന്താടാ മോനെ ഇത് ചിരിക്കടാ. അജയ് ചെറുതായിട്ടൊന്ന് ചിരിക്കും. ചിരിച്ചേ എന്ന് അങ്ങേര് പറയുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ അജയ് അങ്ങ് പോകും. അജയ് എന്ന് വിളിച്ച അഞ്ജന പിന്നാലെ പോകുന്നുണ്ട്. പോവല്ലേ നീ വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ട് വരും. അനുപം പറയും ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ. അഞ്ജന അജയുടെ കൈ തൂങ്ങി നിൽക്കണേ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫാമിലി ഫോട്ടോ തന്നെ എടുക്കാട്ടോ. ആ മുത്തശ്ശി പറയും മതി. ഫോട്ടോഗ്രാഫർ പറയും ഇതൊരു വെറൈറ്റി സേവ് ദ ഡേറ്റ് കാർഡായിരിക്കും. ചിരിച്ച പെണ്ണും ചിരിക്കാത്ത ചെക്കനും കഷ്ടം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. മുത്തശ്ശി അറിയും ഇവനാണ് ശരിയല്ലല്ലോ ആരാ അവനെ വിളിച്ചേ. അങ്ങനെ അജയ് അപ്പൊ തന്നെ അവിടുന്ന് പോട്ടോ. അജയുടെ ഈ ഒരു മാറ്റമൊക്കെ അഞ്ജന ശ്രദ്ധിക്കുക. അഞ്ജനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത് കേട്ടോ. അപ്പൊ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്